ജവഹർലാൽ നെഹ്റു ഒരുപക്ഷെ അതിന്റെ ഏറ്റവും തീവ്രമായ ശബ്ദമായി നിൽക്കുന്നത് കൊണ്ടാണ്. അതിനുശേഷം ഇങ്ങനെ വരികയാണ്, താഴേക്ക് വരികയാണ്. ഹിന്ദുത്വം എങ്ങനെ വളർന്നു എന്ന് നോക്കുമ്പോൾ ഈ ഡെമോക്രസി നമ്മളെ ഇന്ത്യൻ റിപ്പബ്ലിക് വന്നതോടുകൂടി 51-52 ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഒരു പക്ഷേ മറ്റൊരു തരത്തിൽ ഈ നവോത്ഥാനത്തിൻ്റെ നായകർക്കില്ല ഉണ്ടായിരുന്ന ഈ ജാതി വിരുദ്ധതയ്ക്കുള്ള ശക്തി പൊളിറ്റിക്കൽ നേതൃത്വത്തിന് പോയി. കാരണം ഇവരൊക്കെ വോട്ട് ബാങ്കാണ്. വോട്ടിൽ ഇവരെ ഈ സമുദായത്തിനെ കൊണ്ടുവരാം എന്ന് പറയുന്ന വോട്ടിനെ നിയന്ത്രിക്കുന്ന ശക്തികളായിട്ട് മാറുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. അതായത് നവോത്ഥാന നായകർ പറഞ്ഞിരുന്ന അത്രയും സ്ട്രോങ് ആയിട്ടുള്ള, അത്രയും ശക്തിമത്തായിട്ടുള്ള ഒരു മതവിമർശനമോ അല്ലെങ്കിൽ ജാതി വിമർശനമോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തിയോളജിക്കലായിട്ടുള്ള വിമർശനമോ തിയോളജിയെ എതിർക്കുന്ന ആ വിമർശനത്തിനോ സ്വതന്ത്ര ഇന്ത്യയെ ശക്തി കുറഞ്ഞു വരികയാണ് ചെയ്തിട്ടുള്ളത്. ജവഹർലാൽ നെഹ്റു ഒരുപക്ഷെ അതിന്റെ ഏറ്റവും തീവ്രമായ ശബ്ദമായി നിൽക്കുന്നത് കൊണ്ടാണ്. അതിനുശേഷം ഇങ്ങനെ വരികയാണ്, താഴേക്ക് വരികയാണ്.